അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അബ്സ്ട്രാക്റ്റ് വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി. നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് വരികയാണ്. അതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ വെക്ടർ എന്നുള്ള വാക്കിനൊരു പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. നമ്മൾ നേരത്തെ സ്കാലർ എന്നുള്ള വാക്കിന് പ്രൊമോഷൻ കൊടുത്തിരുന്നല്ലോ അല്ലേ. സ്കാലർ എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ അത് ഒരു റിയൽ നമ്പറിൻ്റെ മറ്റൊരു പേരായിരുന്നു സ്കാലർ. പക്ഷേ ഇപ്പം നമ്മൾ ഒരു ഫീൽഡിലെ എലമെൻസിനൊക്കെ നമ്മൾ സ്കാലാസ് എന്ന് പറയും അല്ലേ. അതേപോലെ തന്നെ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ R3 ഒരു എലമെൻറ്റ് ഇതൊക്കെ ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വെക്ടർ. പക്ഷേ ഇനി മുതൽ ഒരു വെക്ടർ സ്പേസിലെ എലമെൻസിനൊക്കെ നമ്മൾ വെക്ടർ എന്ന് വിളിക്കും അല്ലേ. സോ വെക്ടർ ഈസ് എൻ എലമെൻറ്റ് ഇൻ എ വെക്ടർ സ്പേസ് അല്ലേ. സോ അത് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് വരാം. നമ്മളെ ഫസ്റ്റ് എക്സാമ്പിൾ R3 ആണ്. എക്സാമ്പിൾസ് വായിക്കുമ്പോൾ നിങ്ങൾ മെമ്മറിയിൽ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനേഷൻ ഉണ്ടാവും കേട്ടോ. വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ അതിന് 4 കമ്പോണൻസ് ഉണ്ടാവില്ലേ. ഒന്ന് ഒരു സെറ്റ് V ഉണ്ടാവും, പിന്നെ ഒരു ഫീൽഡ് F ഉണ്ടാവും, പിന്നെ അതിൻ്റെ അകത്ത് 2 ലോസ് ഓഫ് കോമ്പോസിഷൻ ഉണ്ടാവും. അതിലൊന്ന് നമ്മൾ അഡീഷൻ എന്ന് വിളിക്കും, മറ്റേതിന് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ വിളിക്കും. പിന്നെ അഡീഷൻ എന്ന് വിളിച്ച ലോ ഓഫ് കോമ്പോസിഷൻ എന്ത് ചെയ്യണം, V ഒരു അബേലിയൻ ഗ്രൂപ്പാക്കി മാറ്റണം. സ്കാലർ മൾട്ടിപ്ലിക്കേഷന് വേറെ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ഇതൊക്കെ ഓർമ്മയിലില്ലാത്തവർക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ അത് ഒന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരാം. ഇനി അതൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫസ്റ്റ് എക്സാമ്പിൾ R3 ആണ്. ഇവിടുത്തെ V ആയിട്ട് വരുന്നത് R3, ഇവിടുത്തെ ഫീൽഡ് F ആയിട്ട് വരുന്നത് റിയൽ നമ്പേഴ്സ്, ഇവിടുത്തെ ഓപ്പറേഷൻസ് ലോസ് ഓഫ് കോമ്പോസിഷൻ ആയിട്ട് വരുന്നത് ഒന്ന് R3 യൂഷ്വൽ അഡീഷനും മറ്റത് R3 യൂഷ്വൽ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന R3 അഡീഷനില്ലേ, ആ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും. സോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദിസ് R3 is a vector space over R എന്ന്. ഇത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R3 ഈ അഡീഷൻ്റെയും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അബ്സ്ട്രാക്ട് വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്ത് തന്നെ അല്ലേ. സോ അതുകൊണ്ട് തന്നെ അബ്സ്ട്രാക്ട് വെക്ടർ സ്പേസിൻ്റെ എല്ലാവിധ പ്രോപ്പർട്ടീസും ഇതിനുണ്ടാവും, എല്ലാവിധ ആക്സിയംസും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോ ദിസ് R3 is a vector space over R over the field R. അല്ലേ, ഇവിടെ ഫീൽഡ് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ റിയൽ വെക്ടർ സ്പേസ് എന്ന് പറയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു വെക്ടർ സ്പേസിൻ്റെ ഫീൽഡ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ വെക്ടർ സ്പേസിനെ റിയൽ വെക്ടർ സ്പേസ് എന്നും, ഫീൽഡ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്നൊക്കെ പറയും. സോ ഇവിടെ ഫീൽഡ് R ആയതുകൊണ്ട് ദിസ് ഈസ് എ റിയൽ വെക്ടർ സ്പേസ്. ഓക്കെ, അടുത്തത് ഈ R3 പോലെ നമുക്ക് Rn ഡിഫൈൻ ചെയ്യാൻ പറ്റും. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് എ നാച്ചുറൽ നമ്പർ n, എന്നിട്ട് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ n ടപ്പിൾസിൻ്റെ കളക്ഷൻ അല്ലേ. x1 x2 എക്സെട്ര xn വരെ ഉണ്ടാവും അല്ലേ. n ടപ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ n ടപ്പിൾസിൻ്റെ കളക്ഷനാണ് നമ്മൾ Rn എന്ന് പറയാം അല്ലേ. ഇപ്പോൾ R3 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് x1 x2 x3 വരെ അല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ Rn എന്ന് പറയുമ്പം അങ്ങനെ x1 x2 എക്സെട്ര xn വരെ ഉണ്ട്. അപ്പോൾ R5 എന്ന് പറയുമ്പോൾ എന്താ വരിക, x1 x2 x3 x4 x5 അങ്ങനെ 5 കമ്പോണൻസിലെ ടപ്പിൾസിൻ്റെ കളക്ഷനാണ് R5. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ വെറുതെ ഓവർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ആ Rn നിങ്ങൾക്ക് അറിയാം, സ്വന്തമായിട്ട് വായിച്ചു നോക്കുക. ഇങ്ങനത്തെ n ടപ്പിൾസിൻ്റെ കളക്ഷൻ. അതിൻ്റെ അകത്ത് അഡീഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഈ R3 അഡീഷൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കമ്പോണൻറ്റ് വൈസ് അഡീഷൻ, സ്കാലർ മൾട്ടിപ്ലിക്കേഷനും R3 ഈ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദിസ് ലാംഡ ഈസ് കമ്മിങ് ഫ്രം റിയൽ നമ്പേഴ്സ് അല്ലേ. സോ ഇവിടെ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതും ഒരു വെക്ടർ സ്പേസാണ്. ഇവിടുത്തെ V Rn, F R, പിന്നെ അവിടുത്തെ അഡീഷൻ ഇതായിട്ട് എടുക്കാം, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇതായിട്ട് എടുക്കാം. ഈ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വെക്ടർ സ്പേസിന് വേണ്ട എല്ലാവിധ പ്രോപ്പർട്ടീസും എല്ലാവിധ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഒക്കെ സ്വന്തമായിട്ട് വെരിഫൈ ചെയ്യുക. സോ Rn ഈസ് എ വെക്ടർ സ്പേസ് ഓവർ R, അല്ലെങ്കിൽ Rn ഈസ് എ റിയൽ വെക്ടർ സ്പേസ്. ഇതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യമുള്ള സാധനങ്ങളാണ്, നമ്മൾ ഉപയോഗിക്കും. ഇനി അതേപോലെ തന്നെ അടുത്തത് ഈ Rn പോലെ Fn ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ റിയൽ നമ്പേഴ്സിന് പകരം ടേക്ക് എനി ഫീൽഡ് F. ഇവിടെ നമ്മൾ ഫീൽഡിന് നമ്മൾ 2-3 എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്, Q ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഫീൽഡിനെ കുറിച്ച് വലിയൊരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടില്ല. ഡെഫിനിഷൻ ആ 3 എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. അപ്പോൾ പിന്നെ പറഞ്ഞു ലീനിയർ ആൾജിബ്ര ചെറിയ രീതിയിൽ ചെയ്യാനത് മതി. ഓക്കെ, എനിവേ പക്ഷേ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ ആർട്ടിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വേറെ ചില ഫീൽഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇനി നിങ്ങൾക്ക് ഫീൽഡിനെ കുറിച്ച് കൂടുതൽ ഫീൽഡൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഏത് ഫീൽഡും എടുക്കാം. ഇവ ടേക്ക് എനി ഫീൽഡ് F, എന്നിട്ട് Fn ഇങ്ങനെ Rn ഡിഫൈൻ ചെയ്ത പോലെ ഡിഫൈൻ ചെയ്യാം. എന്താണ്, സെറ്റ് ഓഫ് ഓൾ n ടപ്പിൾസ്. ഇവിടെ കമ്പോണൻസ് ഒക്കെ ഇവിടെ റിയൽ നമ്പേഴ്സിന് വരും, ഇവിടെ ആ ഫീൽഡിന് വരും അല്ലേ. ഇതേപോലെ കമ്പയർ ചെയ്യുക. ഇങ്ങനത്തെ n ടപ്പിൾസിൻ്റെ കളക്ഷൻ എടുക്കുക, അതിനെ F എന്ന് വിളിക്കും. ഇവിടുത്തെ അഡീഷൻ ഇതേപോലെ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ അഡീഷൻ ഡിഫൈൻ ചെയ്യാം അല്ലേ. ഇവിടുത്തെ x1 x1ഉം x2ഉം അതുപോലെ തന്നെ y1 y2 ഒക്കെ ഈ ഫീൽഡിൽ നിന്ന് വരുന്നതാണ് ഒക്കെ ഇവിടെ പറഞ്ഞു. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലെ തന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ലാംഡ ഈസ് കമ്മിങ് ഫ്രം F. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ V ആയിട്ട് Fn എടുക്കുക, ഫീൽഡായിട്ട് Fn എടുക്കുക,
പിന്നെ അഡീഷൻ, ഇത് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് എന്ന് കാണാൻ പറ്റും. സോ അങ്ങനെ 3 എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി വേറെ എക്സാമ്പിൾസ് പരിചയപ്പെടാം. അടുത്തത് സെറ്റ് ഓഫ് ഓൾ 2/3 മെട്രിസസ്, 2/3 റിയൽ മെട്രിസസ്, അതായത് ആ മെട്രിക്സിൽ വരുന്ന എൻട്രീസ് ഒക്കെ റിയൽ നമ്പേഴ്സാണ്. ആ കളക്ഷൻ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. സെറ്റ് ഓഫ് ഓൾ 2/3 മെട്രിക്സ്, അല്ല 2/3 മെട്രിസസിൻ്റെ കളക്ഷൻ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. അതിൻ്റെ അകത്തുള്ള ലോസ് ഓഫ് കോമ്പോസിനായിട്ട് എടുക്കുന്നത് ഒന്ന് മെട്രിക്സ് അഡീഷൻ, സാധാ മെട്രിക്സിൻ്റെ അഡീഷൻ അല്ലേ, അതുപോലെ തന്നെ മെട്രിക്സിലെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ ഇവിടെ എക്സാമ്പിൾ ഇട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഈ 2 ലോസും എടുക്കുക. ആ 2 ലോസും എടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് ആർ എന്ന് കാണാൻ പറ്റും അല്ലേ. ഇവിടെ വി ആയിട്ട് ഇതെടുക്കുക, ലോസ് ഓഫ് കോമ്പോസിന് അഡീഷനായിട്ട് ഇതെടുക്കുക, സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇതിനെ എടുക്കുക, എന്നിട്ട് ഫീൽഡായിട്ട് ആറും എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇത് വെക്റ്റർ സ്പേസിൻ്റെ എല്ലാവിധ ആക്സിംസും പ്രോപ്പർട്ടീസും ഇതിലുണ്ട് എന്ന് കാണാൻ പറ്റും. സോ ഇതൊരു വെക്റ്റർ സ്പേസാണ്. ഇവിടെയൊക്കെ അങ്ങ് ചിന്തിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ R3യുടെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ ആ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ 4 എക്സാമ്പിൾസ് കണ്ടു. അപ്പോൾ ഇനി ഇങ്ങനെ എക്സാമ്പിൾസ് വേറെ കാണും. അപ്പോൾ അവിടെയൊക്കെ വ്യത്യസ്തമായ സെറ്റുകൾ, വ്യത്യസ്തമായ ഓപ്പറേഷൻസൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. പക്ഷേ അവിടെയൊക്കെ പിന്നെ R3യുടെ ആ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ R3യുടെ ആ പ്രോപ്പർട്ടീസ് R3ക്ക് മാത്രം അവകാശപ്പെട്ടല്ല, ഇവയ്ക്കൊക്കെ അവകാശപ്പെട്ടതാണ്. സോ പിന്നെ അത് നിങ്ങളിങ്ങനെ ചിന്തിച്ച് തുടങ്ങണം. ഞാൻ അതിൻ്റെ കൺക്ലൂഷൻ അവസാനം പറയാം എന്തുകൊണ്ട് നമ്മൾ വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഈ എക്സാമ്പിൾ കഴിഞ്ഞ എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. ഇത് വേണമെങ്കിൽ സ്വന്തം ഒന്ന് വായിച്ചു നോക്കൂട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ 2/3 മെട്രിസസ് ആയിരുന്നു. പക്ഷേ ഇവിടെ സെറ്റ് ഓഫ് ഓൾ m/n മെട്രിസസ് ആണ്. 2/3 തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഓർഡർ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു m/n ഫിക്സ് ചെയ്യുക, എന്നിട്ട് സെറ്റ് ഓഫ് ഓൾ m/n മെട്രിസസ് എടുക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞതിൽ ഓരോ 2/3 മെട്രിക്സിലെയും എൻട്രീസ് എന്തായിരുന്നു? റിയൽ നമ്പേഴ്സ് ആയിരുന്നു. ഇവിടെ അതും വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫീൽഡ് എഫ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ആ ഫീൽഡിലെ എൻട്രീസ് ഉപയോഗിക്കുക. സോ അങ്ങനത്തെ പിന്നെ സെറ്റ് ഓഫ് ഓൾ m/n മെട്രിസസ് വിത്ത് എൻട്രീസ് ഫ്രം എ ഫീൽഡ് എഫ്, അതാണ് ഈ സെറ്റ് പോസായിട്ട് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും സാധാരണ മെട്രിക്സിൽ പോലെ തന്നെ ഇവിടെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് എയും ബിയും ഇവിടുത്തെ 2 മെട്രിക്സാണ് വിചാരിക്കുക. അപ്പോൾ A+B എങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മെട്രിക്സിൽ A+Bൻ്റെ ijth എൻട്രി എങ്ങനെ കാണൽ? എയുടെ ijth എൻട്രിയും ബിയുടെ ijth എൻട്രിയും കൂട്ടിയിട്ടല്ലേ. സോ അതുതന്നെ ഇവിടെയും. അതുപോലെ തന്നെ ലാംഡ എഫിലൊരു എലമെൻറ്റാണ് വിചാരിക്കുക. എന്നിട്ട് ലാംഡയും എ എന്ന് പറഞ്ഞ മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെ? ലാംഡ എയുടെ ijth എൻട്രി. സാധാരണ നമ്മൾ മെട്രിക്സിൽ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ചെയ്യുക, നമ്മളെന്ത് ചെയ്യും? ഈ എയുടെ ijth എൻട്രിയും ലാംഡയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ലാംഡ എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റിൻ്റെ ijth എൻട്രി കാണുക. അതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സോ എനിവേ സാധാ രീതിയിലുള്ള അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞ എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റ് വിത്ത് ദിസ് അഡീഷൻ ആൻഡ് ദിസ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് എന്ന് കാണാൻ പറ്റും. ഇത് നിങ്ങൾ പോസായിട്ട് വേണ്ട പോലെ ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക. വെരിഫിക്കേഷൻ ആവശ്യമുള്ളവർ വെരിഫൈ ചെയ്യുക, അതൊക്കെ മനസ്സോട് ഇങ്ങനെ വെരിഫൈ ചെയ്താൽ തന്നെ മതിയാവും. ഓക്കെ, സോ അത് ഒരു എക്സാമ്പിളായി. ഇതൊക്കെ എന്താ പറയുക, നമുക്കിപ്പോൾ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ആയി ഇല്ലേ. സോ ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഇതൊക്കെ നോക്കുക, ഇവിടെ ഏത് ഓർഡറിൽ എടുക്കുക, ഏത് ഫീൽഡ് എടുക്കുക. ഇവിടെ ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്താൽ പിന്നെ ഒരു കളക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സും, ഇപ്പോൾ ഇവിടെ ഓർഡർ ഇപ്പോൾ 5/3 എഫ് ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ m 5/3 ഓവർ c അല്ലേ. അങ്ങനെ ഒരു കളക്ഷൻ ഓഫ് മെട്രിസസ് കിട്ടും, അതൊരു വെക്റ്റർ സ്പേസ് ആണ്. അങ്ങനെ ഇവിടെ ഓർഡർ മാറ്റിയെടുക്കാം, പിന്നെ ഫീൽഡ് മാറ്റിയെടുക്കാം, അങ്ങനെ പല പല വെക്റ്റർ സ്പേസുകൾ ഇവിടെ തന്നെ ആയി അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് വെക്റ്റർ സ്പേസസ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ. സോ അതിനൊക്കെ R3യുടെ ആ പ്രോപ്പർട്ടീസ് എത്തും കേട്ടോ. ഇനിയും ഞാൻ എക്സാമ്പിളിലേക്ക് വരാം കുറച്ചുകൂടി. അടുത്തത് സീക്വൻസസിൻ്റെ ഒരു വെക്റ്റർ സ്പേസ്, അതായത് ഏതെങ്കിലും ഒരു ഫീൽഡ് എഫ് എടുക്കുക. അതിപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സോ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സോ ഒക്കെ അങ്ങനെ ഇഷ്ടമുള്ളൊരു ഫീൽഡ് എഫ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഫീൽഡിലെ സീക്വൻസസ് എടുക്കുക. ഇത് സ്വന്തമായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അതായത് ഇവിടെ x1 x2 എക്സെട്ര അങ്ങനെ പോകുന്ന എഫിലെ സീക്വൻസസ്, അതിൻ്റെ കളക്ഷനാണ് ഇവിടെ എഫ് ഇൻഫിനിറ്റി എന്ന് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലെ അഡീഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, കമ്പോണൻറ്റ് വൈസ്. സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. ഈസ് ലാംഡ ഈസ് ഫ്രം എഫ്. എന്നിട്ട് കാണാൻ പറ്റും ഇതൊരു വെക്റ്റർ സ്പേസ് ഓവർ എഫ് ആണെന്ന് അല്ലേ. ഈ ലോസ് ഓഫ് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് എഫ് ഇൻഫിനിറ്റി ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് എന്ന് കാണാൻ പറ്റും. ഇവിടെ എഫ് ഇപ്പോൾ ആറാണെങ്കിൽ ഇവിടെ എന്ത് വരും? റിയൽ സീക്വൻസസ് വരും. സോ നിങ്ങൾക്ക് പറയാൻ പറ്റും റിയൽ സീക്വൻസസ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ വിത്ത് ദീസ് ഓപ്പറേഷൻസ് എന്ന് പറയാൻ പറ്റും.
ഇനി ഇവിടെ എഫ് സി ആണെങ്കിൽ ഇവിടെ എന്ത് വരും? കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സീക്വൻസസ് വരും. സോ അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സീക്വൻസസ് ഈസ് എ വെക്ടർ സ്പേസ് ഓവർ സി എന്ന് പറയാൻ പറ്റും വിത്ത് ദീസ് ലോസ് ഓഫ് കോമ്പോസിഷൻ. അപ്പം പിന്നെ 6ാമത്തെ എക്സാമ്പിളുമായി. ഇനി ഞാൻ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയും, 1-2 എക്സാമ്പിൾ കൂടി ഞാൻ പറയും. ഈ എക്സാമ്പിൾ കംപ്ലീറ്റ് ആയില്ല, അതിനിടയ്ക്ക് സിമ്പിൾസൊക്കെ ഒന്നും എനിക്ക് പറയാണ്ടാവുകൊണ്ടാണ്. ഇതൊന്ന് പോസിറ്റ് സ്വന്തമായിട്ട് വായിച്ചു വെക്കും കേട്ടോ. ഞാൻ ഇവിടെ പറയാം. ഇവിടെ ഈ F⁻S കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താണെന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ ഇവിടെ എസ് ഒരു നോൺ എം ടി സെറ്റാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. എഫ് ഒരു ഫീൽഡുമാണ്. അപ്പോൾ ഒരു നോൺ എം ടി സെറ്റ് എസ്, എഫ് ഒരു ഫീൽഡും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എസ് നിന്ന് എഫിലേക്ക് പോസിബിളായ എല്ലാ ഫങ്ഷൻസും, സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം എസ് ടു എഫ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്ന് പറഞ്ഞു നോക്കൂ മനസ്സുകൊണ്ട്. ഇവിടെ ഫീൽഡായിട്ട് ഞാൻ റിയൽ നമ്പേഴ്സ് എടുത്തു, എസ് ആയിട്ട് ക്ലോസ്ഡ് 0-1 എടുത്തു. ഇതെന്താണ്? ക്ലോസ്ഡ് 0-1 എന്ന് ആറിലേക്കുള്ള എല്ലാ ഫങ്ഷൻസും, അതായത് ഇവിടുന്ന് ഇൻപുട്ട് ക്ലോസ്ഡ് 0-1 എന്നും എടുക്കുകയും ഔട്ട്പുട്ട് ആറിൽ വരികയും ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസിൻ്റെയും കലക്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾ പോസിറ്റ് ശരിക്കും മനസ്സിലാക്കണം. സോ അതാണ് F⁻S. ഈ സിമ്പിൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള എഫ് ഒരു ഫീൽഡാണ്, എസ് ഒരു നോൺ എം സെറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെയും കളക്ഷൻ ഓഫ് ഓൾ സച്ച് ഫങ്ഷൻസ്. ഇനി നമ്മളെ ലക്ഷ്യം ഈ സെറ്റ് F⁻S എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഒരു വെക്ടർ സ്പേസാണ് കാണിക്കാൻ പോകാനാണ് അല്ലേ. ഇതൊരു വെക്ടർ സ്പേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതിന് അവിടെ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അഡീഷനെ ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അഡീഷൻ പറഞ്ഞെങ്കിൽ ഇവിടുന്ന് 2 ആൾക്കാർ എടുക്കണം. എഫും ജി എടുത്തു, എന്നിട്ട് അതിൻ്റെ അഡീഷൻ, അതിൻ്റെ സം ഡിഫൈൻ ചെയ്യണം ഞാൻ. സോ ആദ്യം ഇത് മനസ്സിലാക്കുക. എഫും ജിയും ഇവിടുത്തെ എലമെൻസാണ്. എന്താ ഇവിടെ എഫ് അപ്പം എന്തായിരിക്കും? എസ് എൻ എഫിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഞാനത് ഇവിടെ എഴുതാം. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എസ് ടു എഫ്, സ്മോൾ എഫ് കേട്ടോ. ക്യാപിറ്റൽ എഫ് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജിയും എന്തായിരിക്കും? എസ് എൻ എഫിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 2 ഫംഗ്ഷൻ്റെ സമ്മ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇതാണ് ചോദ്യം. വാട്ട് ഈസ് F+G? ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യണം അല്ലേ. F+G പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും? എസ് എൻ എഫിലേക്കുള്ളൊരു ഫംഗ്ഷൻ തന്നെ ആയിട്ട് വരണം അല്ലേ. F+G അപ്പം എസ് എൻ എഫിലേക്കുള്ളൊരു ഫംഗ്ഷനായിട്ട് വരണം അല്ലേ. ഇതാണ് നമ്മൾ F+G ഇങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പം നമ്മളെ റോൾ എന്താ അല്ലേ? ആ ഫംഗ്ഷൻ്റെ ഓരോ ഇൻപുട്ട് കൊടുക്കുമ്പോഴും എന്ത് ഔട്ട്പുട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഇൻപുട്ട് F+G കൊടുത്താൽ എന്ത് ഔട്ട്പുട്ട് ഇവിടെ തരും എന്ന് ഞാൻ പറഞ്ഞു തരണം. അങ്ങനെ പറഞ്ഞു തന്നാൽ ഈ ഫംഗ്ഷൻ്റെ ഈ സമ്മിൻ്റെ ഡെഫിനിഷനായി. അപ്പോൾ ഞാൻ പറയാൻ പോവാണ്, ഞാൻ ഇവിടുത്തെ ഒരു എക്സ് എടുത്തു വിചാരിക്കുക. അപ്പം അതിന് F+G എന്ത് ഔട്ട്പുട്ട് തരുമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ സാധാരണ രീതിയിലാണ്, നമ്മൾ പണ്ടേ പരിചയമുള്ള രീതിയിലാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആ പരിചയമുള്ള ഡെഫിനേഷൻ ഞാൻ വ്യക്തമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യും? ആദ്യം ഈ എക്സ് എഫിന് കൊടുക്കും. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, F(x) എന്ന് വിളിക്കില്ല അതിന് നമ്മൾ അല്ലേ. പോസിറ്റീവ് ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കട്ടോ. പിന്നെ ഈ എക്സ് ജിക്ക് കൊടുക്കും. അപ്പോൾ ഒരു ഔട്ട്പുട്ട് വേറെ ഉണ്ടാവുമല്ലോ, G(x). ആ 2 ഔട്ട്പുട്ടും തമ്മിൽ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ? F(x) എവിടെ എത്തി? ഫീൽഡിലെത്തി. F(x) പറഞ്ഞ ഔട്ട്പുട്ട്, F(x) അല്ലേ ഔട്ട്പുട്ടായി. അപ്പോൾ ഫീൽഡിൽ എലമെൻ്റാണ് F(x). G(x) എവിടെ എത്തി? ഫീൽഡിൽ എലമെൻ്റാണ്. ഫീൽഡിൽ അഡീഷൻ ഉണ്ട്, അതാണ് ഈ അഡീഷൻ കേട്ടോ. ഈ അഡീഷൻ, ഈ പ്ലസ് മീൻസ് അഡീഷൻ ഇൻ ദിസ് ഫീൽഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഞാൻ വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല. ഈ അഡീഷൻ നമ്മളിവിടെ ഈ 2 സാധനം 2 ആട്ടോ. ഈ അഡീഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫീൽഡിൽ അഡീഷനാണ്. ഈ അഡീഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ ഈ സെറ്റിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു അഡീഷനാണ്. രണ്ടും സിംബോളിക്കലി സെയിം ആണെങ്കിലും അർത്ഥം വേറെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഇത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന 2 ഫങ്ഷൻസിൻ്റെ ഇടയിലുള്ള അഡീഷനാണിത്. പക്ഷേ ഈ അഡീഷൻ ഈ ഫീൽഡിലുള്ള അഡീഷനാണ്. അപ്പോൾ നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പുതിയൊരു എലമെൻറ്റ് F(x) + Gx എന്നൊരു എലമെൻറ്റ് ഫീൽഡ് കിട്ടും. അതാണ് ഈ F+G(x) ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തത്. അപ്പം എൻ്റെ ഡെഫിനിഷനായല്ലോ. അതായത് ഇവിടുന്ന് എസ് എന്നൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഔട്ട്പുട്ട് തരുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ F+Gയുടെ ഡെഫിനിഷനായില്ലേ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് തരിക. ഫോർ ഓൾ x belongs to S. അപ്പോൾ ഞാൻ F+G ഡിഫൈൻ ചെയ്തു. ഇവിടുന്ന് ഒരു എഫും ജി ഇട്ട് കഴിഞ്ഞാൽ F+G എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് F+Gയുടെ ഡെഫിനിഷനായി.
സോ ഇവിടെ ഞാൻ F+G ഡിഫൈൻ ഇത് പോസായിട്ട് മനസ്സിലാക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷേ ഞാനിങ്ങനെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ആ പറയുന്നതിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താണ്ട് അവിടെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പോസായിട്ട് ആവശ്യമുള്ള സമയം ഇങ്ങനെ എടുത്തുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. യെസ്. അപ്പോൾ ഇനി എന്താണ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യേണ്ടതുപോലെ. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ ഫീൽഡിൽ നിന്ന് ഒരു സ്കാലറും എടുത്തു, നമ്മളെ സെറ്റിൽ നിന്ന് ഒരു ഫംഗ്ഷൻ എഫ് എടുത്തു. എന്നിട്ട് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യണം അല്ലേ. ലാംഡ എഫ് ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ എഫ് ഇവിടുന്ന് വന്നേക്കൊണ്ട് നമുക്കറിയാം എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എസ് ടു എഫ് അല്ലേ, അത് നമുക്കറിയാം. അപ്പോൾ ലാംഡ എഫും അപ്പോൾ എന്തായിരിക്കണം, ഇവിടെ തന്നെ വരണം, ഈ സെറ്റിൽ തന്നെ വരണം അല്ലേ. ലാംഡ എഫും അപ്പോൾ എന്താണ്, ഈസ് എ ഫങ്ഷൻ ഫ്രം എസ് ടു എഫ്, അങ്ങനെ വരണം. അപ്പോൾ ലാംഡ എഫ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു ഫംഗ്ഷനാണ് നമുക്കറിയാം. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യണത് ചെയ്യണം, ഇവിടുത്തെ ഓരോ ഇൻപുട്ടിനും ഇവിടെ എന്ത് ഔട്ട്പുട്ട് തരുന്നു പറയണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഇൻപുട്ട് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ഔട്ട്പുട്ട് തരുന്നു ഞാൻ പറയണ്ടേ, അത് ഞാൻ പറയാൻ പോവാണ്. ലാംഡ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ഞാൻ ഈ എഫിനും കൊടുക്കും. അപ്പോൾ എനിക്കൊരു എഫ് ഓഫ് എക്സ് കിട്ടുമല്ലോ, ഇവിടെ ഔട്ട്പുട്ട് കിട്ടുമല്ലോ. അതും ഈ ലാംഡ അല്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് അവിടെ എത്തി, ഫീൽഡിലെത്തി. ഈ ലാംഡ ഇപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ട്, ഫീൽഡിലുണ്ട്, ഓൾറെഡി ഫീൽഡിലുണ്ട്. അപ്പോൾ ആ ലാംഡയും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഇവിടെ ഫീൽഡിലെത്തി. അപ്പോൾ ലാംഡയും ഫീൽഡിലുണ്ട്, എഫ് ഓഫ് എക്സും ഫീൽഡിലുണ്ട്. അപ്പോൾ ഫീൽഡിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ അല്ലേ. അത് പ്രകാരം ഈ ലാംഡ എഫ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു ഉത്തരം ലാംഡ എഫ് ഓഫ് എക്സ് ഒരു എലമെൻറ്റ് എഫ് കിട്ടുമല്ലോ. അതാണ് ലാംഡ എഫ് ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ അതായത് ലാംഡ എഫിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് ലാംഡ എഫിൻ്റെ ഔട്ട്പുട്ട് അണ്ടർ എക്സ് എന്താ വരുന്നത്, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ലാംഡ ഇവിടുത്തെ ഒരു എലമെൻ്റാണ്, എഫ് ഓഫ് എക്സും ഇവിടുത്തെ ഒരു എലമെൻ്റാണ്. ഇവിടെ ശ്രദ്ധിക്കാണ്ട് ഈ പ്രോഡക്റ്റ് ഈ ഇവിടുത്തെ ജക്സ്റ്റാപോസിറ്റീവ് പ്രകാരം റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് ഫീൽഡിലെ പ്രോഡക്റ്റ്. ഈ ലാംഡയും ഫീൽഡിലെ എലമെൻ്റാണ്, എഫ് എക്സും ഫീൽഡിലെ എലമെൻ്റാണ്. പക്ഷേ ഈ പ്രോഡക്റ്റ് ലാംഡ എഫ് ഈ ഇതല്ല, ഇത് നമ്മൾ ഇവിടുത്തെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനാണ്. കാരണം ലാംഡ ഇവിടെ ഒരു സ്കാലറാണ്, എഫ് ഇവിടെ എന്തല്ല, സ്കാലർ അല്ല. എഫ് ഈസ് എൻ എലമെൻറ്റ് ഫ്രം എഫ് റേസ് ടു എസ്. സോ എനിക്കിവിടെ എഴുതാൻ സ്ഥലമല്ല, നിങ്ങൾ എഴുതാലും ഇവിടെ. സോ ഞാൻ ഇവിടെ അഡീഷനും ഡിഫൈൻ ചെയ്തു, സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ദെൻ ഈ സെറ്റ് എഫ് റേസ് ടു എസ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ്. നിങ്ങൾ സ്വന്തമായിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. എല്ലാ ഈ അഡീഷനും ഈ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ ആ വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. അതായത് ഈ അഡീഷൻ പ്രകാരം ഈ സെറ്റ് ഒരു അബേലിയൻ ഗ്രൂപ്പാണെന്ന് കാണാൻ പറ്റും. പിന്നെ ഈ സ്കാലാർ മൾട്ടിപ്ലിക്കേഷന് നമ്മളെ വെക്റ്റർ സ്പേസിലെ സ്കാലാർ മൾട്ടിപ്ലിക്കേഷന് വേണ്ട പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും. സോ അങ്ങനെ ഇതും എന്താണ്, ഒരു വെക്റ്റർ സ്പേസാണ്. സോ ഇതൊക്കെ പോസിറ്റീവ് ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെ മോസ്റ്റ് ജനറൽ എക്സാമ്പിളാണ് തന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഫ് ഒരു റിയൽ നമ്പറും ഞാൻ നേരത്തെ തന്നില്ല, എസ് ക്ലോസർ 0 അങ്ങനെ ആക്കിയിട്ട് പല സ്പെഷ്യൽ എക്സാമ്പിൾസ് കിട്ടും. അങ്ങനെ ഇനി ഞാൻ എക്സാമ്പിൾ ഈ വീഡിയോയിൽ തരുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തരാം. അപ്പോൾ മതി, 7 എക്സാമ്പിളായില്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസിലൂടെ വെക്റ്റർ സ്പേസിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഓക്കെ, ഇതിലൊക്കെ ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഇനി നമുക്കിതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. എന്തിനാണ് വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്തത്? ഈ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ചിലപ്പം എന്തിനാണ് ഈ വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്തതെന്നുള്ളത് ചിലപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഗ്രൂപ്പ് എന്തിനാണ് ഡിഫൈൻ ചെയ്തതെന്നുള്ള ചർച്ച ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോലത്തെ ഒരു കാര്യം അവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു, 7 എക്സാമ്പിൾസ് കണ്ടു. ശരിക്കും ഇപ്പോൾ ഈ എക്സാമ്പിളൊന്നും ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയണ്ട. കാരണം ഇവിടെ എഫ് ഇഷ്ടമുള്ള ഫീൽഡ് എടുക്കാം, ബാർ സി അങ്ങനെ ഇഷ്ടമുള്ള ഫീൽഡ് എടുക്കാം. എസ് ഇഷ്ടമുള്ള നോൺ എം പി സെറ്റ് എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് പല എഫ് റേസ് ടു എസ്സുകൾ കിട്ടൂലേ. അപ്പോൾ അതൊക്കെ ഇതുപോലെ വെക്റ്റർ സ്പേസ് ആയിട്ട് മാറും. അപ്പം ഇതന്നെ ആക്ച്വലി ഇഷ്ടം പോലെ വെക്റ്റർ സ്പേസസ് ഉണ്ട്. ഈ ഒരൊറ്റ എക്സാമ്പിൾ തന്നെ ഇഷ്ടം പോലെ വെക്റ്റർ സ്പേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, എഫ് എസ് മാറ്റിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ കുറേ വെക്റ്റർ സ്പേസുകൾ പറഞ്ഞു, ഇനിയും പറയുകയും ചെയ്യാം. അപ്പോൾ സെറ്റ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ വെക്റ്റർ സ്പേസ് ഒക്കെ ഉണ്ട്, അത് നമ്മുടെ എഴുതിയിട്ടില്ല, ഇനി സമയമില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ പിന്നീട് പറയാം. സോ ഇതൊക്കെ വെക്റ്റർ സ്പേസുകളാണ്. അപ്പോൾ ഇനി വെക്റ്റർ സ്പേസിന് നമ്മളൊരു തിയറം ഉണ്ടാക്കുമ്പോൾ ആ തിയറം ഇതിനൊക്കെ ഹോൾഡ് ചെയ്യില്ലേ. നമ്മളിനി അടുത്ത വീഡിയോകളിലൊക്കെ വെക്റ്റർ സ്പേസുകളിൽ തിയറങ്ങൾ ഉണ്ടാക്കി പ്രൂവ് ചെയ്യും. അപ്പോൾ ഞാൻ അവിടെയും കമൻറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക്. ആ തിയറങ്ങളൊക്കെ നമ്മളെന്താ ഒരു വെക്റ്റർ സ്പേസിലാണ് നമ്മൾ തിയറം പ്രൂവ് ചെയ്യുക. ഇൻ എ വെക്റ്റർ സ്പേസ്
ദീസ് തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് എഴുതും. എന്നിട്ട് അതിന് കാര്യങ്ങൾ പ്രൂവ് ചെയ്യും. എന്നിട്ട് ആ പ്രൂവ് ചെയ്ത റിസൾട്ട് എല്ലാ വെക്ടർ സ്പേസിലും ട്രൂ ആണ്. അപ്പോൾ അത് ഈ വെക്ടർ സ്പേസിൽ ട്രൂ ആണ്. എക്സാമ്പിൾ 1-ലുണ്ടായ വെക്ടർ സ്പേസിൽ ട്രൂ ആണ്, 2-ലെ അങ്ങനെ എല്ലാ എക്സാമ്പിൾസിലും എഴുതി എല്ലാ വെക്ടർ സ്പേസിലും ട്രൂ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എല്ലാ സെറ്റുകളെയും, അതായത് ഇത്തരം ഓപ്പറേഷൻസിലെ എല്ലാ സെറ്റുകളെയും ഒരുമിച്ച് പഠിക്കലാണ്. ഇത് മാത്സിൻ്റെ ഒരു പൊതു സ്വഭാവം. അത് മാത്സിനെ മാത്രമല്ല, ഫിസിക്സിലൊക്കെ അങ്ങനെ തന്നെയാണ്. മറ്റുള്ള സയൻസിലൊക്കെ നിങ്ങൾക്ക് ആ സ്വഭാവം കാണാം. ഫിസിക്സിൽ എസ്പെഷ്യലി എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ഫിസിക്സിലിപ്പോൾ എന്നെയും നിങ്ങളെയും ബോർഡിനെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ഒരുമിച്ച്, മരങ്ങളെയൊക്കെ ഒരുമിച്ച് പഠിക്കുന്നൊരു സ്വഭാവം ഫിസിക്സിനുണ്ട് അല്ലേ? ആറ്റത്തെക്കുറിച്ച് പഠിച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ ആയി അല്ലേ? എന്നെയും നിങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയൊക്കെ ഉണ്ടാക്കിയത് ആറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഈ നമ്മളെ മുറ്റത്തുള്ള കല്ലും ഈ ചന്ദ്രനും നോക്കുമ്പം പിന്നെ ഈ വലിയൊരു കല്ലാണ് ആ ചന്ദ്രൻ എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ആ വാക്ക് എനിക്ക് ഓർമ്മ വരുന്നത് റിച്ചാർഡ് ഫെയ്മാൻ്റെ ഒരു ബുക്കിൽ അദ്ദേഹം അത് എന്തോ ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്സിനെ കുറിച്ച് പറയുമ്പം ബീച്ചിലെ ഒരു കല്ലും ചന്ദ്രനും തമ്മിലുള്ള സാമ്യത, അത് രണ്ടും ഒരു ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാണെന്ന് തിരിച്ചറിയുക. കാരണം എന്താ, രണ്ടും ഈ കളക്ഷൻ ഓഫ് ആറ്റംസ്. അതുപോലെ ഇപ്പം എൻ്റെ മകൻ്റെ ഒരു കളിപ്പാട്ടുണ്ട്, ദ ബിൽഡിംഗ് ബ്ലോക്സ് സെറ്റിൽ പറയാം, പല പല കട്ടകൾ ഇങ്ങനെ പല പല കളറിലെ. അപ്പോൾ ആ കട്ടകൾ ഉപയോഗിച്ചിട്ട് ചില സമയത്ത് അവൻ ചിലപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും, ചിലപ്പോൾ ഒരു വീടുണ്ടാക്കും, ചിലപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കും. അപ്പോൾ അത് അവനെ ഓരോ സമയത്ത് അയച്ച് മാറി മാറി പല രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് പല പല സ്ട്രക്ചേഴ്സ് അത് ഉപയോഗിച്ചിട്ട് അവൻ ഉണ്ടാക്കാറുണ്ട്. അതേമാതിരി ദൈവം അല്ലെങ്കിൽ സോ കോൾഡ് പ്രകൃതി പിന്നെ ഈ സെറ്റ് ഓഫ് ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ് എന്നെയും നിങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ആറ്റങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള പഠനമായി, നിങ്ങളെക്കുറിച്ചുള്ള പഠനമായി, ഇതിനെക്കുറിച്ചുള്ള പഠനമായി, ഈ ബോർഡിനെ കുറിച്ചുള്ള പഠനമായി, സൂര്യൻ മരങ്ങളെക്കുറിച്ചുള്ള പഠനമായി. അപ്പോൾ എന്താണ്, ഇതിനൊക്കെ ഒരുമിച്ച് പഠിക്കുകയാണ് ഫിസിക്സുകാരൻ ചെയ്യുന്നത്. ഈ സ്വഭാവം തന്നെയാണ് മാത്സിലും. വെക്ടർ സ്പേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണ്. സോ എനിവേ, വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു. ഇവരൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോവാണ്. ഇനി വെക്ടർ സ്പേസിൽ തിയറങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലായിക്കോളും കേട്ടോ. യെസ്.